ഹായ് ഗായസ് ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് വിഷയങ്ങളിലെ വാശിയോറി വോട്ടുമാരാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 11 മണി വരെയുള്ള റൺ ഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 11 മത്സരാർത്ഥികളാണുള്ളത്. ഈ 11 മത്സരാർത്ഥികളിൽ നിങ്ങൾക്ക് ആരെയാണ് പുറത്താക്കാൻ താല്പര്യമുള്ളതെന്ന് കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് ഇടപെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷിന് വമ്പിച്ച് മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകാതെ ഒരു കോമണറായിട്ട് വന്ന് ഇത്രയധികം വോട്ട് നേടാൻ സാധിച്ചിരിക്കുന്ന ആദ്യ മത്സരാർത്ഥിയാണ് അനീഷ്. ഇപ്പോൾ 29,650 വോട്ടോടുകൂടി കൂടി 1ാം പൊസിഷനിലാണുള്ളത്. 2ാം പൊസിഷൻ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിനും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വോട്ടിങ്ങിൽ അനീഷിനൊപ്പം എത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടെ നല്ലൊരു വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. 22,089 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ആദിലയാണ് തുടരുന്നത്. ആദിൽ വമ്പിച്ചൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നൂറയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വോട്ട് നേടാൻ സാധിച്ചത്. ഇപ്പോൾ 17,233 എന്ന കൂറ്റം വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ വേദലക്ഷ്മിയാണുള്ളത്. വേദലക്ഷ്മിക്ക് ഇന്ന് രാവിലെ തൊട്ട് നല്ലൊരു വോട്ടിംഗ് ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഇതുവരേക്കും 4ാം പൊസിഷനിൽ തന്നെയാണുള്ളത്. താഴേക്ക് വീണിട്ടില്ല. ഇപ്പോൾ 16,550 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5ാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെയാണ് തുടരുന്നത്. അക്ബർ ഖാൻ അട്ടിമറി മുന്നേറ്റം നടത്തിയാണ് 5ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ജിസേലിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അക്ബർ ഖാൻ 5ാം പൊസിഷനിലേക്ക് വന്നത്. 14,880 വോട്ട് നേടി ഇപ്പോൾ 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ ജിഷിൻ കയറി വന്നിരിക്കുകയാണ്. ജിഷിനും ജിസേലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 14,112 വോട്ടോടുകൂടി 6ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. 7ാം പൊസിഷനിലേക്ക് ജിസേൽ വീണുപോയിരിക്കുകയാണ്. നല്ലൊരു വോട്ടിംഗ് ഇടിവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 14,100 വോട്ടോടുകൂടി 7ാം പൊസിഷനിലേക്ക് നിലംപതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 8ാം പൊസിഷനിൽ ആര്യൻ തന്നെയാണ് തുടർന്ന്. ആര്യന് ചെറിയൊരു മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ജിസേലിൻ്റെ തൊട്ടു പിന്നാലെ 13,765 വോട്ടോടുകൂടി 8ാം പൊസിഷനാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. 9ാം പൊസിഷനിൽ ബിന്നി തന്നെയാണ് തുടർന്ന്. ബിന്നിക്ക് ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് 9ാം പൊസിഷനിൽ നിൽക്കുന്നത്. വരും മണിക്കൂറുകൾ ഈ പൊസിഷന് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10ാം പൊസിഷനിൽ അഭിലാഷ് കയറി വന്നിരിക്കുകയാണ്. സാബുമാനെ അട്ടിമറിച്ചുകൊണ്ടാണ് അഭിലാഷ് 10ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് അഭിലാഷ് 10ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 13,490 വോട്ടോടുകൂടി 10ാം പൊസിഷനാണുള്ളത്. 11ാം പൊസിഷനിൽ സാബുമാൻ വീണുപോയിരിക്കുകയാണ്. സാബുമാൻ ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് കുറവുണ്ട് കണ്ടുവരികയാണ്. 13,308 വോട്ടോടുകൂടി 11ാം പൊസിഷൻ ഡേഞ്ചർ സോണിലാണുള്ളത്. ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥിയെ മാറിയിരിക്കും.